ആകാശവാണി കവരത്തി ഫടിപ്പും ഫൊലിമയും വിദ്യാഭ്യാസ വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന പരിപാടി. ഇന്നത്തെ ഫടിപ്പും ഫൊലിമയും എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഫടിപ്പും ഫൊലിമയും എന്ന ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സാഹിത്യത്തിലെ ആധുനികവും പ്രാചീനവുമായ കവിത്രയങ്ങളെക്കുറിച്ചാണ്. അതിനായി ഇന്ന് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പമുള്ള അതിഥി മലയാള ഭാഷാ അധ്യാപകനായ അൻവർ സൈഫുദ്ദീൻ ഫൈസലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ നമ്മുടെ ശ്രോതാക്കൾക്കായി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? കഴിഞ്ഞ 2.5 പതിറ്റാണ്ട് കാലമായി ലക്ഷദ്വീപിലെ വിവിധ സ്കൂളുകളിൽ മലയാള ഭാഷാ അധ്യാപകനാണ്. ഇപ്പോൾ PM ശ്രീ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ കവരത്തിയിലെ മലയാള ഭാഷാ അധ്യാപകനാണ്. സാർ, നമ്മുടെ ഇന്നത്തെ വിഷയം കവിത്രയങ്ങളെക്കുറിച്ചാണല്ലോ. അപ്പോൾ എന്താണ് കവിത്രയം? എന്താണ് ആ വാക്കിൻ്റെ അല്ലെങ്കിൽ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പറയാമോ? സമാന പ്രാധാന്യമുള്ള 3 കവികളെ, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലോ മേഖലയിലോ പ്രശസ്തരായ 3 കവികളെ ഒരുമിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് കവിത്രയം. മലയാള സാഹിത്യത്തിൽ പ്രധാനമായും 2 രീതിയിലുള്ള കവിത്രയങ്ങളാണ് പറയാറ്. ഒന്ന് പ്രാചീന കവിത്രയമെന്നും മറ്റത് ആധുനിക കവിത്രയമെന്നും. മലയാള സാഹിത്യത്തിലെ പ്രാചീന കവിത്രയം ആരൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ എന്നിവരാണ്. ഇവരെ പ്രാചീന കവിത്രയം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പറയാമോ? മലയാള സാഹിത്യത്തിൻ്റെ പ്രാരംഭ വളർച്ചയിൽ ഇവർ നൽകിയ സംഭാവനകളെ വിലയിരുത്തിയാണ് ഇവരെ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തി സാഹിത്യവും ഭാഷയുടെ വളർച്ചയും ഇവരിലൂടെയാണ് ശക്തിപ്പെട്ടത്. അപ്പോൾ സാർ പറഞ്ഞ ഈ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ ഇവരുടെയൊക്കെ സാഹിത്യത്തിലോട്ടുള്ള സംഭാവന എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രാചീന കവിത്രയത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ചെറുശ്ശേരിയെക്കുറിച്ചാണ്. പ്രാചീന കവിത്രയത്തിൽ ഒന്നാമനായ ചെറുശ്ശേരി നമ്പൂതിരി ക്രിസ്തുവർഷം 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഭാഷാകവിയാണ്. കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു അദ്ദേഹം. ഭക്തി, ഫലിതം, ശൃംഗാരം എന്നീ ഭാവങ്ങളാണ് ചെറുശ്ശേരിയുടേത്. സമകാലീനരായിരുന്ന മറ്റ് ഭാഷാകവികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ഈ ശൈലി. എങ്കിലും സംസ്കൃത ഭാഷയോട് കൂടുതൽ പ്രതിപത്തി പുലർത്തിയിരുന്ന മലനാട്ടിലെ കവികൾക്കിടയിൽ ഏറെ പ്രശസ്തനായിരുന്നു ചെറുശ്ശേരി. കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി. മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലാണ്. സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാനമായ സ്ഥാനമുണ്ട്. ഇനി എഴുത്തച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ആധുനിക മലയാള ഭാഷയുടെ പിതാവെന്നറിയപ്പെടുന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ 15-ാം നൂറ്റാണ്ടിനും 16-ാം നൂറ്റാണ്ടിനും ഇടയിലായി ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ യഥാർത്ഥ നാമം രാമാനുജൻ എന്ന് ചിലർ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തായിരുന്നു കവിയുടെ ജനനം. ഇപ്പോൾ ഈ സ്ഥലം തുഞ്ചൻ പറമ്പ് എന്നറിയപ്പെടുന്നു. എഴുത്തച്ഛൻ്റെ ജീവചരിത്രം ഐതിഹ്യങ്ങളാലും അർദ്ധസത്യങ്ങളാലും മൂടപ്പെട്ട് കിടക്കുകയാണ്. അബ്രാഹ്മണനായിട്ടും വേദപഠനവും സംസ്കൃത പഠനവും തരമാക്കിയ എഴുത്തച്ഛൻ നാനാദിക്കിലേക്കുള്ള ദേശാടനങ്ങൾക്ക് ശേഷം തൃക്കണ്ടയൂരിൽ താമസമാക്കി. എഴുത്തച്ഛൻ എന്നുള്ളത് ഒരു ജാതിപ്പേരല്ലെന്നും സ്ഥാനപ്പേരാണെന്നും എഴുത്തച്ഛന് ശേഷം പിൻതലമുറയിൽപ്പെട്ടവർ ഈ നാമം ജാതിപ്പേരായി ഉപയോഗിക്കാനുണ്ടായതെന്നും കരുതപ്പെടുന്നു. കവിയുടെ കുടുംബ പരമ്പരയിൽ ചിലരാണ് പെരിങ്ങോടിനടുത്ത ആമക്കാവ് ക്ഷേത്ര പരിസരത്ത് വസിച്ചു പോരുന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. എഴുത്തച്ഛന് മുമ്പും നല്ല മലയാളത്തിൽ ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രശസ്തമായ കാവ്യങ്ങൾ വന്നിരുന്നിട്ടും രാമാനുജൻ എഴുത്തച്ഛനെ ആധുനിക മലയാള ഭാഷയുടെ പിതാവായി കരുതിപ്പോരുന്നു. എഴുത്തച്ഛനാണ് 30 അക്ഷരമുള്ള വട്ടെഴുത്തിന് പകരം 51 അക്ഷരമുള്ള മലയാള ലിപി പ്രയോഗത്തിൽ വരുത്തിയതെന്നാണ് ഭാഷാശാസ്ത്രജ്ഞന്മാരുടെ വിശ്വാസം. പ്രൊഫസർ KP നാരായണ പിഷാരടി തുടങ്ങിയ ചരിത്രകാരന്മാരുടെ നിരീക്ഷണത്തിൽ ഹരിശ്രീ ഗണപതേയ നമഃ എന്ന് മണലിലെഴുതിയ അക്ഷരമെഴുത്ത് കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്ന സമ്പ്രദായവും എഴുത്തച്ഛൻ തുടങ്ങിയതാണത്രേ. എഴുത്തച്ഛൻ എന്ന സ്ഥാനപ്പേര് ലഭിച്ചത് അങ്ങനെയാവാം. ഇനി കുഞ്ചൻ നമ്പ്യാരെക്കുറിച്ച് പറയുമ്പോൾ 18-ാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. പ്രതിഭാസമ്പന്നനായ കവി എന്നതിനു പുറമെ തുള്ളൽ എന്ന നൃത്തകലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളലിനു വേണ്ടി എഴുതപ്പെട്ടവയാണ്. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് കൃതികളുടെ മുഖമുദ്ര. മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണീയനാണ് നമ്പ്യാർ. ചന്ദ്രികാവീതി, ലീലാവീതി തുടങ്ങിയ രൂപങ്ങളും വിഷ്ണുവിലാസം, രാഘവീയം എന്നീ മഹാകാവ്യങ്ങളും അദ്ദേഹത്തിൻ്റെതായി വിശ്വസിക്കപ്പെടുന്നു. നമ്പ്യാരുടെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുന്ന രേഖകളൊന്നുമില്ലെങ്കിലും ലഭ്യമായ അറിവ് വെച്ച് ഇന്നത്തെ പാലക്കാട് ജില്ലയിലെ ലക്കിടി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള കിള്ളിക്കുറിശ്ശിമംഗലത്ത് കലക്കത്ത് ഭവനത്തിലായിരുന്നു ജനനം എന്ന് കരുതപ്പെടുന്നു. ബാല്യകാല വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം പിതാവിനോടൊപ്പം പിതൃദേശമായ കിടങ്ങൂരിലെത്തി. തുടർന്ന് ചെമ്പകശ്ശേരി രാജാവിൻ്റെ ആശ്രിതനായി ഏറെക്കാലം അമ്പലപ്പുഴയിലാണ് അദ്ദേഹം ജീവിച്ചത്.
ഇക്കാലത്താണ് തുള്ളൽ കൃതികളിൽ മിക്കവയും എഴുതപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഇപ്പോൾ നമ്മൾ പ്രാചീന കവിത്രയങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ആധുനിക കവിത്രയങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ആരൊക്കെയാണ് ഈ ആധുനിക കവിത്രയങ്ങളിൽ പെടുന്നത്? തീർച്ചയായും ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ സ്വാധീനം മൂലം മലയാള സാഹിത്യ ലോകത്ത് വന്ന മാറ്റങ്ങളെ ആധുനിക സാഹിത്യമെന്ന് വിവക്ഷിക്കുന്നു. കൊളോണിയൽ വിദ്യാഭ്യാസ വ്യവസ്ഥകൾ മൂലം ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളുമായുള്ള ബന്ധം, ഗദ്യസാഹിത്യത്തിന് ലഭിച്ച പ്രാധാന്യം, നിഘണ്ടുക്കളുടെയും വ്യാകരണ ഗ്രന്ഥങ്ങളുടെയും ആവിർഭാവം തുടങ്ങിയവ ആധുനിക മലയാള സാഹിത്യത്തിൻ്റെ മുഖമുദ്രകളാണ്. 1907 രചിച്ച വീണപൂവ് എന്ന ചെറുകാവ്യത്തിലൂടെ മഹാകവിയായ കുമാരനാശാൻ ആ നവീനതയുടെ വിപ്ലവത്തിന് അരങ്ങൊരുക്കി എന്ന് വേണം പറയാൻ. ചിന്താവിഷ്ടയായ സീത, നളിനി, ലീല, പ്രരോധനം, ചണ്ഡാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നിവയാണ് ആശാന്റെ പ്രധാന ഖണ്ഡകാവ്യങ്ങൾ. പുഷ്പവാടി, വനമാല, മണിമാല എന്നീ കവിതാ സമാഹാരങ്ങളുമുണ്ട്. സ്വാമി വിവേകാനന്ദന്റെ രാജയോഗത്തിന്റെ പരിഭാഷ, ബാലരാമായണം എന്നിവയാണ് ആശാന്റെ മറ്റ് പ്രധാന കൃതികൾ. മണിപ്രവാള കൃതികൾ, കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, വാൽമീകി രാമായണ വിവർത്തനം, ചിത്രയോഗ മഹാകാവ്യം, സംസ്കൃത നാടക പരിഭാഷകൾ തുടങ്ങിയവയുമായി സാഹിത്യരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വള്ളത്തോൾ നാരായണ മേനോനാണ് രണ്ടാമതായി ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെട്ട മഹാകവി. അദ്ദേഹത്തിൻ്റെ ബധിരവിലാപം എന്ന ലഘുകാവ്യത്തിലൂടെ പുതിയ കാവ്യസരണിയുടെ മുഖ്യ പ്രയോക്താക്കളിൽ ഒരാളായി അദ്ദേഹം മാറി. ഗണപതി, പന്തസ്ഥനായ അനിരുദ്ധൻ, ഒരു കത്ത്, ശിഷ്യനും മകനും, അച്ഛനും മകളും, മഗ്ദലന മറിയം എന്നിവയാണ് വള്ളത്തോളിൻ്റെ ഖണ്ഡകാവ്യങ്ങൾ. 8 ഭാഗങ്ങളുള്ള സാഹിത്യമഞ്ജരി പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ദേശീയതയുടെയും കവിയായിരുന്ന വള്ളത്തോളിൻ്റെ പ്രധാന കൃതികളിലൊന്നാണ്. കേരളത്തോടും ഭാരതത്തോടുമുള്ള ഭക്തിയും പ്രേമവും അദ്ദേഹത്തിൻ്റെ കവിതയെ കാൽപ്പനിക സുന്ദരമാക്കി. പദസൗന്ദര്യം കൊണ്ടും ലാളിത്യം കൊണ്ടും അവ ജനപ്രിയമായി. കേരള കലാമണ്ഡലം സ്ഥാപിച്ചതും വള്ളത്തോളായിരുന്നു. ഉള്ളൂരിനെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാപണ്ഡിതനായിരുന്നു. കവിതയിൽ മാത്രമല്ല ഗവേഷണത്തിലും സാഹിത്യ ചരിത്രരചനയിലും യശസ്തംഭമായി നിൽക്കുന്നു അദ്ദേഹം. സംസ്കൃതത്തിൻ്റെയും നിയോ ക്ലാസിസത്തിൻ്റെയും പാരമ്പര്യത്തിൽ നിന്ന് തുടങ്ങിയ അദ്ദേഹം ആശാനും വള്ളത്തോളിനും പിന്നിലായി ആ കാവ്യസരണിലേക്ക് എത്തിച്ചേർന്നതാണ്. ഉള്ളൂരിൻ്റെ ഉമാകേരള മഹാകാവ്യം കിടയറ്റ രചനയായി പരിഗണിക്കപ്പെടുന്നു. ഇപ്പം സാറ് കവിത്രയങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ കവിത്രയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രാചീന കവിത്രയങ്ങളിൽ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചെറുശ്ശേരിക്ക് ഗാഥാപ്രസ്ഥാനം, എഴുത്തച്ഛന് കിളിപ്പാട്ട് പ്രസ്ഥാനം, കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനങ്ങളാണ് പ്രാചീന കവിത്രയുമായി ബന്ധപ്പെട്ട് പറയാവുന്ന പ്രസ്ഥാനങ്ങൾ. നമുക്ക് ഗാഥ പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഗാഥ എന്ന വാക്കിന് ഗാനം എന്നർത്ഥം. പഴയകാലത്ത് ദ്രാവിഡ വൃത്തങ്ങളിൽ രചിച്ച കാവ്യങ്ങളെ പൊതുവെ ഗാഥ എന്ന് വിളിച്ചിരുന്നു. ഉണ്ണിച്ചിരുദേവി ചരിതത്തിലാണ് ഈ പദം മലയാളത്തിൽ ആദ്യമായി പ്രയോഗിച്ചു കാണുന്നത്. ഗാംഭീര്യത്തെക്കാൾ ലാളിത്യത്തിനാണ് ഈ ഗാനരീതിയിൽ പ്രാധാന്യം. മലയാളത്തിൻ്റെ ലാളിത്യവും പ്രസന്നതയും തെളിഞ്ഞു നിൽക്കുന്ന കൃഷ്ണഗാഥയാണ് ഗാഥാപ്രസ്ഥാനത്തിലെ നെടുനായകമായ കൃതി. കൃഷ്ണഗാഥയെക്കുറിച്ച് പറയുമ്പോൾ മധ്യകാല മലയാളത്തിൻ്റെ മികവുറ്റ രചനയായ കൃഷ്ണഗാഥയ്ക്ക് കൃഷ്ണപ്പാട്ടെന്നും പേരുണ്ട്. പാട്ടും മണിപ്രവാളവും അരങ്ങുവാണിരുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ എഴുതപ്പെട്ട ഒരു മഹാകാവ്യം എന്ന നിലയ്ക്ക് ഈ കൃതി പ്രാധാന്യമർഹിക്കുന്നു. സംസ്കൃതത്തിലെ മഹാകാവ്യങ്ങളെ മാതൃകയാക്കിക്കൊണ്ടാണ് ഈ കാവ്യരചന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഗാനാത്മക വൃത്തമായ മഞ്ചരിയിലാണ് ഈ കാവ്യത്തിൻ്റെ ഭൂരിഭാഗവും എഴുതപ്പെട്ടിട്ടുള്ളത് എന്നതൊഴിച്ചാൽ മലയാളത്തിൽ മഹാകാവ്യ ലക്ഷണമുള്ള ആദ്യ കൃതിയായി കൃഷ്ണഗാഥയെ കാണാം. ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ് കൃഷ്ണഗാഥയിലെ പ്രമേയം. ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളാണ് ഇതിലെ പ്രതിപാദ്യം. ആകെ 47ഓളം കഥകളും 8400 മുകളിൽ ഈരടികളുമായി 230 വൃത്തങ്ങളിലായി നിബന്ധിച്ചിരിക്കുന്നു. സംസ്കൃത കാവ്യ പാരമ്പര്യത്തെ അനുകരിക്കുമ്പോഴും മലയാളത്തനിമയും കേരളീയ സാംസ്കാരിക പ്രത്യേകതകളും ഈ കൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നു. പ്രാസങ്ങളോട് ഏറെ പ്രിയമുള്ള കവി ദ്വിതീയാക്ഷര പ്രാസം വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ അലങ്കാര പ്രയോഗങ്ങളുടെ കാര്യത്തിലും ധാരാളിത്തം കാണാം. ഉപമ, ഉൽപ്രേക്ഷ, രൂപകം മുതലായ അലങ്കാരങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം. ഉപമ കാളിദാസസ്യ എന്നൊരു പ്രസിദ്ധ വാക്യമുള്ളതുപോലെ ഉൽപ്രേക്ഷ കൃഷ്ണഗാഥായാം എന്നൊരു വാക്യവും പ്രചരിച്ചു വരുന്നു. മറ്റൊരു ഗ്രന്ഥത്തിലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള മനോഹരമായ ഉൽപ്രേക്ഷകൾ കൊണ്ട് സമ്പന്നമാണ് കൃഷ്ണഗാഥ. ഗാഥാപ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ധാരാളം പറയാനുണ്ട്. നമുക്ക് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. എഴുത്തച്ഛനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനമാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറഞ്ഞു. കിളിയെക്കൊണ്ട് പാടിക്കുന്ന പാട്ട് എന്ന നിലയിൽ കിളിപ്പാട്ട് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാവ്യപ്രസ്ഥാനം മലയാളത്തിൽ പ്രതിഷ്ഠമാവുന്നത് എഴുത്തച്ഛനോടുകൂടിയാണ്. അതിനു മുമ്പും അരയന്നം, കുയിൽ, വണ്ട് മുതലായവയെ കൊണ്ടൊക്കെ പാടിച്ചിരുന്ന സമ്പ്രദായം ഭാഷയിലുണ്ടായിരുന്നു. തമിഴിലും കിളിവിടുത്ത് എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ സ്ഥാനം നേടുന്നത് എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകളിലൂടെയാണ്.
എഴുത്തച്ഛൻ കിളിപ്പാട്ട് രീതി സ്വീകരിച്ചതിന് പല കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അറം പറ്റാതിരിക്കാൻ വേണ്ടിയെന്നും സരസ്വതീ ദേവിയുടെ കയ്യിലുള്ള ശുഗത്തെ അനുകരിച്ചുകൊണ്ടെന്നും പുരാണ കഥാകർത്താവായ ശുഗമഹർഷിയെ ഓർത്തുകൊണ്ടാണെന്നും തമിഴിലെ പൈങ്കിളിക്കണ്ണി, പരാവരക്കണ്ണി എന്നീ വൃത്തങ്ങളെ അനുകരിച്ചാണെന്നുമൊക്കെ പല വാദഗതികളുണ്ട്. എന്നാൽ അതിനൊന്നും വേണ്ടത്ര ആധികാരികതയില്ല. കിളിപ്പാട്ടിൽ ഉപയോഗിക്കുന്ന പല വൃത്തങ്ങളും തമിഴ് വൃത്തങ്ങളുമായി സാദൃശ്യമുള്ളതായി കാണാം. കേക, കാകളി, കളകാഞ്ചി, അന്നനട എന്നിവയാണ് പ്രധാന കിളിപ്പാട്ട് വൃത്തങ്ങൾ. എഴുത്തച്ഛന്റെ കൃതികളിലൂടെ ഇവയ്ക്ക് വലിയ പ്രചാരം ലഭിച്ചു. പാട്ട്, മണിപ്രവാളം എന്നിവയുടെ സമ്യക്കായ മേളനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കാവ്യസരണിയാണ് എഴുത്തച്ഛൻ ഉദ്ഘാടനം ചെയ്തത്. എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായണ കിളിപ്പാട്ടും മഹാഭാരതം കിളിപ്പാട്ടും മാത്രം മതി കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ സമ്പന്നമാക്കാൻ. ഇനി നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പരിശോധിക്കാം. കേരളത്തിലെ നാടോടി കലാരൂപങ്ങളിൽ പലതിലും പലതരത്തിലുള്ള തുള്ളലുകൾ നിലനിന്നിരുന്നുവെങ്കിലും ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാരുടെ കാലത്താണ്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നിലവിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. കൂത്തിന് മിഴാവ് കൊട്ടിക്കൊണ്ടിരുന്ന നമ്പ്യാർ ഉറക്കം തൂങ്ങുന്നത് കണ്ട ചാക്യാർ നമ്പ്യാരെ കണക്കറ്റ് ആക്ഷേപിക്കുന്നു. അപമാനിതനായ നമ്പ്യാർ അതിനുള്ള പകരം വീട്ടൽ എന്ന നിലയിൽ അന്ന് രാത്രി തന്നെ ഒരു തുള്ളൽ കഥ നിർമ്മിച്ച് പിറ്റേ ദിവസം കൂത്തിന്റെ സമയത്ത് കളിത്തട്ടിൽ കയറി തുള്ളൽ അവതരിപ്പിച്ചു. കൂത്തിന്റെ കാണികളൊക്കെ തുള്ളൽ കാണാനായി ചെന്നിരുന്നുവെന്നും പറയുന്നു. അതിശയോക്തിപരമായി ഈ കഥ എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നറിയില്ല. എന്തായാലും ഒരൊറ്റ ദിവസം കൊണ്ട് ചിട്ടപ്പെടുത്താവുന്ന ഒരു കലാരൂപമല്ല തുള്ളലെന്ന് നിസ്സംശയം പറയാം. ഒരുപക്ഷെ ഏറെ നാളായി താൻ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കലയെ പെട്ടെന്നൊരു അവസരം കിട്ടിയപ്പോൾ നമ്പ്യാർ അവതരിപ്പിച്ചതാവാം. ഹാസ്യപ്രധാനമായൊരു സാഹിത്യരൂപമാണ് തുള്ളൽ കവിതകൾ. അതിനാൽ തന്നെ അതിന് പെട്ടെന്ന് സ്വീകാര്യതയും ലഭിച്ചിരിക്കണം. ദൃശ്യവും ശ്രാവ്യവുമായ ഒരു കലാരൂപമാണ് തുള്ളൽ. അമ്പലപ്പുഴ പ്രദേശങ്ങളിൽ നടപ്പുണ്ടായിരുന്ന പടയണി എന്ന പ്രാചീന കലാരൂപം പരിഷ്കരിച്ചാണ് തുള്ളൽ സൃഷ്ടിച്ചതെന്ന വാദവുമുണ്ട്. പ്രാചീന കാലം മുതൽ അനുക്രമമായി വളർന്ന് രൂപാന്തരം പ്രാപിച്ചു വന്ന ചില നൃത്ത രീതികൾ തുള്ളലിൽ പ്രയോഗിച്ചിട്ടുണ്ട്. തുള്ളൽ പ്രധാനമായും 3 വിധമാണ്: ശീതങ്കം തുള്ളൽ, പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. കേരളത്തിലെ ആദിമ നിവാസികളുടെ ജാതിമാനം സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്പ്യാർ തുള്ളലുകൾക്ക് നാമകരണം ചെയ്തതെന്ന് AD ഹരിശർമ്മ അഭിപ്രായപ്പെടുന്നു. ഈ പേരുകളിൽ നിന്ന് തന്നെ അവരുടെ ഉദ്ഭവസ്ഥാനം മനസ്സിലാക്കാം. തുള്ളൽ പ്രസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രാചീന കവിത്രത്തിലെ ഏറ്റവും ജനകീയനായ കവി എന്ന ബഹുമതി കുഞ്ചൻ നമ്പ്യാർക്ക് അവകാശപ്പെട്ടതാണ്. സാമാന്യ ജനങ്ങളുടെ ആസ്വാദനത്തിനുതകുന്ന കലയും സാഹിത്യവുമൊന്നും അന്ന് കൂടുതലായി അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സംസ്കൃതം എല്ലാത്തിലും മേൽക്കോയ്മ നേടുന്നതായിരുന്നു അംഗീകൃത രീതി. എന്നാൽ നമ്പ്യാരാകട്ടെ സാമാന്യ ജനതയുടെ ആസ്വാദന നിലവാരത്തിനുതകുന്ന ഒരു കലാരൂപം തന്നെ വാർത്തെടുക്കുകയായിരുന്നു. അതിനുവേണ്ട സാഹിത്യം അദ്ദേഹം എഴുതിയതും സാധാരണക്കാരുടെ ഭാഷയിൽ തന്നെ. പടജനങ്ങളുടെ നടുവിലുള്ളൊരു പടയണിക്കിഹ ചേരുവാൻ വടിവിയെന്നൊരു ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് താൻ മലയാളത്തിൽ കവിത എഴുതുന്നത് എന്തുകൊണ്ടാണെന്ന് ഇവിടെ നമ്പ്യാർ തന്നെ പറയുന്നുണ്ട്. പടജനങ്ങളെന്ന് പറയുന്നത് അന്നത്തെ സാധാരണ ജനങ്ങളെയാണ്. അത്തരം ആളുകളെ രസിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഉതകുന്ന ഭാഷ ലളിതവും മധുരവുമായ മലയാളം തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. നമ്പ്യാരുടെ ഒട്ടുമിക്ക തുള്ളൽ കൃതികളും ആരംഭിക്കുന്നത് ദേവതാസ്തുതിയോടുകൂടിയാണ്. രുക്മിണി സ്വയംവരം, ഓട്ടംതുള്ളലും അത്തരത്തിൽ കൃഷ്ണസ്തുതിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ തുള്ളൽ പ്രസ്ഥാനം തികച്ചും ജനകീയമായിരുന്നു. ഇപ്പോൾ 2 കവിത്രയങ്ങളെക്കുറിച്ചും സാറ് വിശദമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ആധുനിക കവിത്രയവും പ്രാചീന കവിത്രയവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? പ്രാചീന കവിത്രയം പ്രധാനമായും ഭക്തിയും ആത്മീയതയും കേന്ദ്രീകരിച്ചപ്പോൾ ആധുനിക കവിത്രയം സാമൂഹ്യ പരിഷ്കാരവും ദേശീയ ബോധവും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിച്ചു. പ്രാചീന കവിത്രയം മലയാള ഭാഷയ്ക്ക് ശക്തമായ അടിത്തറ പാകിയപ്പോൾ ആധുനിക കവിത്രയം അതിൻ്റെ നവോത്ഥാനത്തെ ഉയരങ്ങളിലേക്കെത്തിച്ചു. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും സമ്പന്നതയ്ക്ക് വഴിയൊരുക്കിയ ഈ മഹാകവികളെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഇത്രയും സമയമുണ്ടായിരുന്നത് മലയാള ഭാഷാ അധ്യാപകനായ കൽപ്പേനി ദ്വീപ് സ്വദേശി അൻവർ സൈഫുദ്ദീൻ ഫൈസൽ. സാർ, ഇത്രയും സമയം ഞങ്ങളുടെ ഈ പരിപാടിയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും ഒരു ദിവസം വേറൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഫടിപ്പും ഫൊലിമയും. ഇന്നത്തെ ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.